എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിട്ട് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയുള്ള ശത്രുദോഷങ്ങളും തടസ്സങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്, ഇല്ലേ? ഈ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിഷയമാണ്. അതായത് നിലവിൽ നിങ്ങൾ ഇത്തരത്തിൽ നേരിട്ടല്ലാതെയുള്ള ശത്രുദോഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജമോ അത് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടോ? എന്താണ് ആ ശത്രുതയുടെ ഉറവിടം? ആര് വഴിയാണ് അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലൂടെയാണ് ഈ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നത്? അതിനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നേരിടേണ്ടി വരുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് കാർഡുകൾ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ, ഈ 3 ചോദ്യങ്ങൾ ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് അനുയോജ്യമാകുന്ന തരത്തിൽ റിലേറ്റ് ആവുന്ന എനർജികൾ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതിയാകും. നേരിട്ടല്ലാതെ ഉള്ള ശത്രുദോഷം നിങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് നോക്കാം. 3 ഓഫ് പെന്റക്കിൾസ്. ആര് വഴിയാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെയാണ്? കാർഡുകൾ ജമ്പേഴ്സ് ആയിട്ട് വീണിട്ടുണ്ട്. കുറച്ച് കാർഡുകൾ റിവേഴ്സ്ഡ് ആയിട്ട് തന്നെ എടുക്കണം അതിനെ. അതായത് കിങ് ഓഫ് സൂട്ട്സ് റിവേഴ്സ്ഡ്, 2 ഓഫ് വാണ്ട്സ് റിവേഴ്സ്ഡ്, ടെമ്പറൻസ് റിവേഴ്സ്ഡ്, ടവർ കാർഡ് റിവേഴ്സ്ഡ്. ഇത്ര കാർഡുകൾ റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ശത്രുതയുടെ ഉറവിടം ചോദിച്ചപ്പോഴാണ്. അതിനെ തുടർന്ന് 3 കാർഡുകൾ അപ്രൈറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് വാണ്ട്സ് ആൻഡ് 4 ഓഫ് പെന്റക്കിൾസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് നേരിടേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. 3 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, Knight of Wands reversed, 7 of Swords and 1 unknown card. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡുകളിലേക്ക് വരാം. നമ്മുടെ ചോദ്യം നേരിട്ടല്ലാതെയുള്ള ശത്രുദോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നതാണ്. ഉത്തരം അതെ എന്നാണ്. പക്ഷെ ഇത് ജോലി സ്ഥലവുമായോ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ടതാണ്. അതായത് 3 ഓഫ് പെന്റക്കിൾസ് അതാണ് കൂട്ടായ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. കൂട്ടായ്മയെയും തൊഴിലിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണത്. നിങ്ങൾക്ക് നേരിട്ടൊരു ശത്രു ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയിലോ ഉള്ള ഒരു മത്സര ബുദ്ധിയും അസൂയയുമാണ് ഈ നെഗറ്റീവ് ഊർജമായി നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തി മൂലം നിങ്ങളിലേക്ക് വരുന്ന ഒരു ശത്രുതയും ആകാം. നിങ്ങളുടെ പാർട്ട്ണർ വഴി നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ശത്രുത, നിങ്ങളുടെ ഫാമിലി വഴി, ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു വ്യക്തി വഴി നിങ്ങളിലേക്ക് വരുന്ന ഒരു ശത്രുത. ആ വ്യക്തിക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടെന്നുള്ളതല്ല, ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിലുള്ള, അവരുടെ ഒരു ടീമിലുള്ള ഒരാളാണ് നിങ്ങളെന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ശത്രുത. അതാണ് ഇവിടെ കിട്ടുന്ന എനർജി. ഇത് നിങ്ങളുടെ കഴിവുകളെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയോ ആളുകൾ അംഗീകരിക്കുമ്പോൾ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കണ്ണേറുമാകാം. നിങ്ങളുടെ ഒരു ടീം വർക്കിനോട് ഉള്ള ഒരു, നിങ്ങളുടെ ഒരു കൂട്ടായ്മയോടുള്ള ഒരു അസ്വസ്ഥത, അതുവഴി ഉണ്ടാകുന്ന എനർജി ആകാം. ആര് വഴിയാണ് ഈ ശത്രുത നിങ്ങളിലേക്ക് വന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് കാർഡ്സ് നമുക്ക് കിട്ടി. അതിൽ റിവേഴ്സ്ഡ് ആയിട്ട് വന്ന കാർഡുകളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. കിങ് ഓഫ് സോർഡ്സ്, 2 ഓഫ് വാണ്ട്സ്, ടെമ്പറൻസ്, ടവർ. ടെമ്പറൻസും ടവർ കാർഡും
മേജർ ആർക്കാന കാർഡ്സ് ആണ്. ദൈനംദിനമായ കാര്യങ്ങളുടെ എനർജി മാത്രമല്ല അത് സൂചിപ്പിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മളോട് ഷെയർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയുമായിട്ട് ബന്ധപ്പെട്ട ലൈഫിന്റെ മേജർ ഒരു ലൈഫ് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട എനർജീസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫുമായിട്ട് ഓൾ ടുഗെദർ ബന്ധപ്പെട്ട് കിടക്കുന്ന എനർജി ആയിരിക്കും അത് കാണിക്കുന്നത്. ഇവിടെ ടെമ്പറൻസും ടവറും റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികാരമുള്ള ചിന്തകളിൽ പിടിവാശിയുള്ള ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളും ആണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലോ തൊഴിൽ മേഖലയിലോ ഉള്ള അധികാരം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ ചിന്തകളിൽ സ്വാർത്ഥതയുള്ള കടുംപിടുത്തക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ചിലപ്പോൾ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു തന്ത്രശാലിയായ ഒരു വ്യക്തി. ഈ ശത്രുത നിങ്ങളിലേക്ക് വരുന്നതിന് പ്രധാന കാരണക്കാരൻ ആ വ്യക്തിയാണ്. നിങ്ങളുമായി അടുപ്പത്തിലായിരുന്ന എന്നാൽ വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നിട്ടും ഒരു ദിവസം പെട്ടെന്നും കൂടി തകർന്നു പോയതല്ല, വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സർക്കിളിൽ വളരെ പതുക്കെ ഉടലെടുത്ത ഒരു ഇംബാലൻസ്, അല്ലെങ്കിൽ അവർ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആ ഒരു സർക്കിൾ, ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനോടും ചേർന്ന് നിന്നിരുന്ന ആളുകളാണ്. എന്നാൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ദേഷ്യവും അസ്വസ്ഥതകളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് ശത്രുതയായിട്ട് കടുത്ത രീതിയിലുള്ള നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ നേട്ടങ്ങളോ സമ്പത്തോ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ അസൂയയായിട്ട് തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. നിങ്ങളുടെ മേൽ അധിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ശത്രുത മൂലം നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവർക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നും. നിങ്ങൾ ഡെവലപ്പ് ആവുന്നത് അവർക്ക് അതുകൊണ്ട് താല്പര്യമില്ല. നേരത്തെ നിങ്ങളുടെ ആ ഒരു ടീം വർക്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആരോടോ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുവഴി നിങ്ങളുടെ വളർച്ചയെയും, പണ്ട് വളരെ അടുത്ത ഒരു സർക്കിളിലാണ് അവർ നിന്നിരുന്നതെങ്കിലും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പുകഞ്ഞുകൊണ്ടിരുന്ന ദേഷ്യവും അസ്വസ്ഥതകളും നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ആയുധമാക്കി മാറ്റുകയും അധിക ബാധ്യതകൾ നിങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ തളർത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ശത്രുതാ പ്രകടനങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അവർ. എന്നാൽ നിങ്ങൾ വളരെ സ്നേഹത്തോടെയും നന്മയോടെയും ഒരു നിർദോഷമായ പെരുമാറ്റവും ഒക്കെയാണ് നിങ്ങൾ ഇവരോടൊക്കെ കാണിച്ചത്. നിങ്ങൾക്കറിയില്ലായിരുന്നു ഇവർ ഇത്തരം മോശമായ ചിന്താഗതി വെച്ചുകൊണ്ടാണ്, വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവർ എന്നാണ് നിങ്ങൾ എപ്പോഴും ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ ആ പെരുമാറ്റത്തെയും ഒരു നിഷ്കളങ്കതയും ഒക്കെ ഇവർ അവരുടെ സ്വാർത്ഥതയ്ക്കായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? ഇവിടെ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ അമിതമായ ഒരു ധൃതി കാണിക്കുന്ന ഒരു എനർജി, രഹസ്യമായി നീങ്ങുന്ന ശത്രുക്കളുടെ ഒക്കെ എനർജി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ വിശ്വസിച്ച ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്ന വിശ്വാസവഞ്ചനയും പുറകിൽ നിന്നുള്ള ചതികൾ, അതായത് ബാക്ക് സ്റ്റാബിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായിട്ട് നിങ്ങൾക്കെതിരെ നീക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ സാവധാനം കൃത്യതയോടെ നീങ്ങുമ്പോൾ എടുത്ത ചില പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, ചില പ്രവൃത്തികൾ, ഒരുപാട് ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. വളരെ പെട്ടെന്ന് എടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ എതിരാളികൾക്ക് അവസരമായിട്ട് മാറി എന്നതാണ്. ഇവിടെ അൺനോൺ കാർഡ് പറയുന്നത് ഇനിയും വെളിപ്പെടാത്ത കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇനിയും പുറത്തു വരാനിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ മൂടി വെക്കപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ അത് കൃത്യമായിട്ട് വരും എന്നുള്ളതാണ് അൺനോൺ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ എന്തായാലും നിങ്ങളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. നിങ്ങളുടെ വളർച്ചയിലും നന്മയിലും അസൂയ ഉണ്ട്, അതുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എന്തായിരുന്നു അതിന് കാരണം? നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഈ ശത്രുത നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്.
ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? 3 of Wands, 10 of Cups. ഇവിടെ നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്. എന്തായാലും നമ്മൾ ആദ്യം 3 of Pentaclesൽ കണ്ടതുപോലെ നിങ്ങളോട് നേരിട്ട് തുടങ്ങിയ ഒരു ശത്രുതയല്ല ഇത്. നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടായിരുന്ന, നിങ്ങൾ ഏറെ അടുപ്പത്തോടെയും സ്നേഹത്തോടെയും കൂടെ നിർത്തിയിരുന്ന ഒരു വ്യക്തിയോട് മറ്റുള്ളവർക്കുണ്ടായിരുന്ന എതിർപ്പാണ് ഇപ്പോൾ നിങ്ങളിലേക്കും പടർന്നു പന്തലിച്ചിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 3 of Wandsഉം 10 of Cupsഉം നൽകുന്ന സൂചന അനുസരിച്ച് ആ വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വളരെ അടുത്ത ഒരു കുടുംബാംഗം, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ പോലുള്ള ഒരു ബന്ധം, നിങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് ഉള്ള ബന്ധം, അച്ഛനമ്മ മക്കൾ ബന്ധം, പങ്കാളിയാകാം, അല്ലെങ്കിൽ കുടുംബം പോലെ നിങ്ങൾ ചേർത്ത് പിടിച്ച അടുത്ത ഒരു സുഹൃത്തോ വിശ്വസ്തനോ ആയിരിക്കും ഈ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ശത്രുത വെച്ചു പുലർത്തിയിരുന്ന ആ വ്യക്തി. ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളിലേക്ക് ഈ ശത്രുത വരുന്നതിന് പ്രധാന കാരണമായത്. അങ്ങനെയാണത് തുടങ്ങിയത്. നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ സ്വന്തം ആളായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തം ആളാണ് നിങ്ങളെന്ന രീതിയിൽ തികഞ്ഞ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടിയാണ് നിങ്ങൾ കണ്ടിരുന്നത്. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലും ടീമിലും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടുന്ന ആ ബന്ധവും അന്തരീക്ഷവും നിങ്ങൾക്ക് വലിയ സന്തോഷകരമായ ഒരു കുടുംബ അന്തരീക്ഷവും ജീവിതവും എല്ലാം നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആ വ്യക്തിയോട് ശത്രുത ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത്രമേൽ ശത്രുത അവർ പറയാതെ ക്രമേണ അവരിൽ അതിശക്തമായിട്ട് ആ വ്യക്തിക്കെതിരെ വന്നതെന്ന് നോക്കുമ്പോൾ ഇവിടെ ആ വ്യക്തി വളരെ ഉയർന്ന ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാനും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ടീമിലോ സമൂഹത്തിലോ സ്വന്തമായി മുന്നേറാനും വളരാനും കഴിവുള്ള അതിശക്തനായ ഒരു വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പുറമേ നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റുള്ളവർക്കോ ആ വ്യക്തിയുടെ ഈ വളർച്ചയും അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്നതാണ്. ഉള്ളിൽ വലിയ അസൂയയും അമർഷവും വെച്ചു പുലർത്തിയെങ്കിലും ആ വ്യക്തിയുടെ സ്വാധീനമോ കഴിവോ കാരണം എതിരാളികൾക്ക് അന്ന് അവരെ നേരിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ വ്യക്തിയോട് നേരിട്ട് എതിർക്കാൻ ധൈര്യമില്ലാതിരുന്ന ആളുകൾ ആ വ്യക്തിയുടെ കൂടെ ഉറച്ചു നിന്നതും അവരെ സ്നേഹിച്ചതും സംരക്ഷിച്ചതും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ പാർട്ട്ണറോ ഒക്കെ ആയിരുന്നതുമായിട്ടുള്ള നിങ്ങളോട് ആ ശത്രുത അവർക്ക് സാധ്യമാകുന്ന സമയത്ത്, അവർക്ക് പറ്റിയ സമയത്ത് അവർ തിരിച്ചുവിട്ടു. ആ വ്യക്തിയുടെ ശക്തിയും പിന്തുണയും നിങ്ങളാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കി അവർ നിങ്ങളുടെ നേരെയും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് നേരെയും ഈ നെഗറ്റീവ് എനർജി തിരിച്ചു വിടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു ടീമായിട്ടുണ്ടായിരുന്ന ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലൊരു അവർക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും വലിയൊരു അവസരമായിട്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ലഭിച്ചത്. അപ്പോൾ അത്ര ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അത്രയും വലിയൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിട്ടും എന്താണ് അവർ നിങ്ങളോട് അങ്ങനെ ഒരു കടുത്ത എനർജി അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്? നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, 9 of Cups റിവേഴ്സ്. ആ വ്യക്തി ഇല്ലേ ഇപ്പോൾ? എന്ത് പറ്റി? ആ വ്യക്തി ഉണ്ടായിട്ടും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജിയിൽ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുണ്ടായിട്ടും, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് വന്ന യഥാർത്ഥ ശത്രുത ഇന്ന് നിങ്ങൾ പേറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ലഭിക്കുന്ന എനർജി, ആ വ്യക്തി ഇപ്പോൾ എവിടെയാണ്, നിങ്ങളും അവരുമായി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ആ ടീമിൽ നിന്നോ വളരെ ചിന്തിച്ച് സ്വയം പിൻവാങ്ങുകയോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം, അവരുടെ ജീവിതം പൂർത്തിയാക്കി, അതായത് അവരുടെ മരണം സംഭവിക്കുകയോ അങ്ങനെ എന്തോ മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ട്. ഹെർമിറ്റ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ സ്വന്തം വഴിയിലൂടെ തികച്ചും വ്യക്തിപരമായ അല്ലെങ്കിൽ ആത്മീയമായ
ഏകാന്തമായ ഒരു യാത്രയിലാണ് ഉള്ളതെന്നാണ്. അവർ പഴയ സംഘത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ദൂരേക്ക് മാറിയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഇല്ല ആ വ്യക്തി ഇപ്പോൾ. അതിന്റെ ഒരു രീതി മാറിയിരിക്കുന്നു. അതൊരു കാലചക്രത്തിന്റെ മാറ്റമായിട്ടാണ്. നിങ്ങളുടെ ബന്ധത്തിലും അന്തരീക്ഷത്തിലും വലിയ മാറ്റങ്ങൾ ഇത് വരുത്തി, അവരുടെ അഭാവം. ഇവിടെ 9 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് കാണിക്കുന്നത് ആ ബന്ധത്തിൽ പ്രതീക്ഷിച്ച പൂർണ്ണമായ സന്തുഷ്ടിയോ ആഗ്രഹങ്ങളോ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അതായത് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടായില്ല. ആഗ്രഹിച്ച പോലെയുള്ള, പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സന്തോഷം അത് ആ വ്യക്തിക്ക് നേടാൻ കഴിഞ്ഞില്ല. ചില തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പഴയ അഗാധമായ ബന്ധത്തിൽ വിടവുകളോ അകൽച്ചയോ വന്നിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവാം, തർക്കമോ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവാം എന്നിവിടെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത്. ആ വ്യക്തി ഉള്ളപ്പോൾ ശത്രുക്കൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സുരക്ഷാ കവചമായിരുന്നു. എന്നാൽ കാലം മാറി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ശത്രുക്കൾക്ക് അത് ഏറ്റവും വലിയ അവസരമായി മാറി. ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ പ്ലാൻ ചെയ്തത്. ആ വ്യക്തിയുടെ അഭാവത്തിലാണ് ശത്രുക്കൾ നിങ്ങളെ ലക്ഷ്യമിടാൻ തുടങ്ങിയതെന്നാണ്, അതിനു മുമ്പല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ, അതാണ് ഈ ഹെർമിറ്റ് എനർജി ഇവിടെ കാണുന്നത്. അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി. അന്ന് ആ വ്യക്തിയോട് തീർക്കാൻ കഴിയാതെ മനസ്സിൽ കൊണ്ടു നടന്ന പകയും അസൂയയുമാണ് അവരിപ്പോൾ നിങ്ങളുടെ മേൽ തീർക്കുന്നത്. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എത്രയൊക്കെ ശത്രുതയും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായാലും ഇവർ ഉണ്ടാക്കിയാലും ഈ ഘട്ടം അവസാനിക്കുമെന്നും നിങ്ങൾക്ക് പുതിയൊരു മികച്ച തുടക്കവും സാമ്പത്തികവും ജീവിതത്തിൽ ഭദ്രതയും എല്ലാം, സാമ്പത്തികമായിട്ടുള്ളതും കുടുംബ ജീവിതത്തിലുള്ള ഭദ്രതയും എല്ലാം ലഭിക്കുമെന്നും ഏസ് ഓഫ് പെന്റക്കിൾസ് കാർഡ് നമുക്ക്, അതായത് വരാനിരിക്കുന്ന ഒരു ശുഭപ്രതീക്ഷയെ സൂചിപ്പിക്കുന്ന കാർഡാണത്. അത് നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. പഴയ ആളുകൾ മാറിയെങ്കിലും അല്ലെങ്കിൽ അവർ മൂലമുണ്ടായ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും പ്രകൃതി നിങ്ങൾക്ക് പുതിയൊരു ഉറപ്പുള്ള അടിത്തറയും അവസരങ്ങളും നൽകാൻ ഒരുങ്ങുകയാണ്. ആ വ്യക്തി നിങ്ങളുമായി എന്തെങ്കിലും തർക്കമുണ്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കാരണം വേർപെട്ടു പോകേണ്ടി വന്നതാണ്? പേജ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സൂട്ട്സ്, സ്റ്റാർ. നിങ്ങളെയും നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയെയും വേർതിരിച്ചത് കാലത്തിന്റെയും യൂണിവേഴ്സിന്റെയും വെട്ടിമാറ്റൽ പോലുള്ള ഒരു വളരെ കടുപ്പമേറിയ ഒരു തീരുമാനമാണ്. അതായത് ക്യൂൻ ഓഫ് സോട്ട്സ് അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തണലായി നിന്ന ആ വ്യക്തിയുടെ അഭാവമാണ് ഇപ്പോൾ ശത്രുക്കൾക്ക് നിങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഈ വേർപാടിന്, ഈ വേർപിരിയലിന് രണ്ട് പ്രധാന കാരണങ്ങൾ നമുക്ക് ഈ എനർജിയിലൂടെ കാണാം. ഒന്ന്, മരണം മൂലം ഉണ്ടാകുന്ന വേർപാട് ആയിരിക്കാം. അതായത് വിധി അത്രമേൽ ക്രൂരമായി ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തു. ആ വേർപാടിന് ശേഷം വലിയൊരു ഒറ്റപ്പെടലും അനാഥത്വവുമാണ് നിങ്ങൾ അനുഭവിച്ചതെന്നാണ് പേജ് ഓഫ് വാൻസ് കാണിക്കുന്നത്. എന്നാൽ ലൗകികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായി ആ ആത്മാവ് ഇന്ന് ആകാശത്ത് തിളങ്ങുന്ന ഒരു നക്ഷത്രമായി നിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു മാലാഖയായി മാറിക്കഴിഞ്ഞു. നക്ഷത്രങ്ങൾക്കിടയിൽ ഇരുന്ന് ആ കാവലാൾ നിങ്ങൾക്ക് മുകളിൽ സൗഖ്യവും പ്രകാശവും ചൊരിഞ്ഞുകൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി അവർ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. ചിലപ്പോൾ മരണം മൂലം വേർപെട്ടതല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും, മരണം മൂലം വേർപെട്ടതല്ലെങ്കിൽ പോലും അവരുമായിട്ട് ഫിസിക്കലി ഒരു വേർപാട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സൂചന. ജീവനോടെ ഉണ്ടെങ്കിലും അകന്നു നിൽക്കാൻ നിർബന്ധിതരായ സാഹചര്യം.
അതായത് നിങ്ങളെ അത്രമേൽ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി മാറി നിൽക്കാൻ കടുത്ത എന്തോ കാരണമുണ്ടാകണം. നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം നിയമപരമോ സാഹചര്യപരമോ ആയ വിലക്കുകൾ അവരെ തളച്ചിട്ടിരിക്കാമെന്നാണ്. അതായത് കർശനമായ അതിരുകൾ ഈ ക്യൂൻ ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വേദനയോടെ ആണെങ്കിലും അവർ സ്വീകരിച്ച ഒരു മാറ്റി നിർത്തലാകാം ഇത്. പേജ് ഓഫ് വാൻസിന്റെ ഒരു നിസ്സഹായ അവസ്ഥ അത് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അവർ എവിടെയായിരുന്നാലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഒരു വഴികാട്ടിയായിട്ട് മനസ്സുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഏത് സാഹചര്യമായാലും നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആളുടെ അനുഗ്രഹവും അവരുടെ കരുതലും ഒരു നക്ഷത്രം പോലെ നിങ്ങളുടെ വഴികളിൽ വെളിച്ചം വീശും. ഈ പ്രതിസന്ധികൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സൗഖ്യവും തിരികെ എത്തും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി, ആ എനർജി എവിടെയാണെങ്കിലും ജീവനോട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെയോ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതലോടെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടല്ലോ. ആ വ്യക്തി, ആ എനർജി നിങ്ങളോട് എന്താണ്, എങ്ങനെ ഇത് നേരിടണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫോർ ഓഫ് സോൺസ്, ഏസ് ഓഫ് സോൺസ്. ആ വ്യക്തിയുടെ എനർജി നിങ്ങളോട് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അനാവശ്യ ചിന്തകളും ഭയങ്ങളും കൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അശാന്തമാണ്. ശത്രുക്കളുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായ ഒരു പിൻവാങ്ങൽ അത്യാവശ്യമാണ്. നിശബ്ദരായിരിക്കുക, തൽക്കാലം മനസ്സിന് വിശ്രമം നൽകുക, മാനസിക സമാധാനം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാര്യങ്ങളെ വ്യക്തതയോടെ കാണാനും എല്ലാം ഒരു ക്ലാരിറ്റിക്കും ഈ സ്വസ്ഥത നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാണ് ആ വ്യക്തിയുടെ എനർജി നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സത്യത്തിന്റെ വഴിയിലൂടെ പോയി വ്യക്തമായ തീരുമാനങ്ങൾ, അത് എത്ര സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് വാളുകൊണ്ട് മുറിച്ചു നിൽക്കേണ്ട കാര്യമാണെങ്കിലും അത് ചെയ്യുക. അവരുടെ ആ ബട്ടർഫ്ലൈസ് ഉണ്ടോ, അവരുടെ സാന്നിധ്യം ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ആ തീരുമാനത്തിൽ അവരുടെ ഒരു എനർജി കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ശത്രുക്കളുടെ കള്ളത്തരങ്ങളെയും ചതികളെയും സത്യത്തിന്റെയും നിങ്ങളുടെ ബുദ്ധിയുടെയും മൂർച്ചയുള്ള വാളുകൊണ്ട് മുറിച്ചു മാറ്റാനാണ് അവർ പറയുന്നത്. അന്ധമായ ഭയത്തിന് പകരം വ്യക്തമായ ക്ലാരിറ്റിയോടെയുള്ള നിലപാടുകളും അതിരുകളും നിശ്ചയിച്ച് തൽക്കാലം വിശ്രമിച്ച് ഇതിന് ഒരുങ്ങിക്കൊണ്ട് പാകപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. നിങ്ങളുടെ മാനസികമായ ധൈര്യവും ചിന്താശേഷിയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. മനസ്സ് ശാന്തമാക്കി ശരിയായ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോയാൽ ഈ ശത്രുദോഷങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു വിജയം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ കാർഡുകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. ആ പ്രിയപ്പെട്ട ആളുടെ അനുഗ്രഹവും പ്രകാശവും പ്രാർത്ഥനയും കരുതലും എല്ലാം എന്നും നിങ്ങൾക്കൊപ്പം കാവലായിട്ടുണ്ടാകും എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ ബൈ.